ഞാൻ പോയി വരുമ്പോ ആകാശം തൊട്ട് തലോടണ ഒരാൽമരം കണ്ടേ ഞാൻ. അരിപ്പഴം പൂത്തു നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ. ആലത്തൂരങ്ങാടിയിൽ ഞാൻ പോയി വരുമ്പോ ആകാശം തൊട്ട് തലോടണ ഒരാൽമരം കണ്ടേ ഞാൻ. അരിപ്പഴം പൂത്തു നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ. ആലിന്റെ കൊമ്പത്ത് കണ്ടൊരു മൗമ ചക്ക നുണയല്ല ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ. നുണയല്ല ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ. ആലിന്റെ കൊമ്പത്ത് കണ്ടൊരു മൗമ ചക്ക നുണയല്ല ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ. നുണയല്ല ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ. ആലത്തൂരങ്ങാടിയിൽ ഞാൻ പോയി വരുമ്പോ ആകാശം തൊട്ട് തലോടണ ഒരാൽമരം കണ്ടേ ഞാൻ. ആലിപ്പഴം പൂത്തു നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ. കല്ല് വെച്ചു നുണ പറയണ കള്ളനല്ലേ ആറാട്ടുപുരം കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ കുടിയാന കുത്തിയിട്ടഞ്ചാറാള് മരിച്ചെന്നേ. ആനയെ തിളയ്ക്കാനാവാതാകെ വലഞ്ഞെന്നേ. ആറാട്ടുപുരം കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ കുടിയാന കുത്തിയിട്ടഞ്ചാറാള് മരിച്ചെന്നേ. ആനയെ തിളയ്ക്കാനാവാതാകെ വലഞ്ഞെന്നേ. ആലത്തൂരങ്ങാടിയിൽ ഞാൻ പോയി വരുമ്പോ ആകാശം തൊട്ടു തലോടണ ഒരാൽമരം കണ്ടേ ഞാൻ. ആലിപ്പഴം പൂത്തു നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ. ആറാനക്കൂട്ടം കൂടി കുളിക്കാൻ ഇറങ്ങിയേ മുട്ടോളം വെള്ളത്തില് മുങ്ങി മരിച്ചെന്നേ. നുണയല്ല ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ. ആറാനക്കൂട്ടം കൂടി കുളിക്കാൻ ഇറങ്ങിയേ മുട്ടോളം വെള്ളത്തില് മുങ്ങി മരിച്ചെന്നേ. നുണയല്ല ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ. ആലത്തൂരങ്ങാടിയിൽ ഞാൻ പോയി വരുമ്പോ ആകാശം തൊട്ടു തലോടണ ഒരാൽമരം കണ്ടേ ഞാൻ. ആലിപ്പഴം പൂത്തു നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ. മാനത്തിടി വെട്ടി ഭൂമിയിൽ മഴ പെയ്തു താനെ മുളച്ചൊരു ചെന്തീര കണ്ടന തണ്ടെത്തി പിടിക്കി തണ്ടെത്തിയെ നീ കൂടെ പോരുന്നു ചീരന്നുള്ള. മാനത്തിടി വെട്ടി ഭൂമിയിൽ മഴ പെയ്തു താനെ മുളച്ചൊരു ചെഞ്ചീര കണ്ടന തണ്ടെത്തി പിടിക്കി തണ്ടെത്തിയെ നീ കൂടെ പോരുന്നു ചീരന്നുള്ള. നിന്നൊരു ചീര നടന്നൊരു ചീര വട്ടിലൊരു വണ്ടി ചീരന്നുള്ളി പാക്കനാരി കെട്ടിയ കൊച്ചുമുറത്തില് കൊണ്ടു ചൊരിയുന്നു ചെഞ്ചീര. നിന്നൊരു ചീര നടന്നൊരു ചീര വട്ടിലൊരു വണ്ടി ചീരന്നുള്ളി പാക്കനാരി കെട്ടിയ കൊച്ചുമുറത്തില് കൊണ്ടു ചൊരിയുന്നു ചെഞ്ചീര. ഈ നാട്ടി കൊല്ലന്റെ കുഞ്ഞരി വാളുമേ കുനികുനരിയുന്നു ചെഞ്ചീര. ഈ നാട്ടി കുട്ടന്റെ കുഞ്ഞിക്കാലത്തില് വേവണ മറിയണ ചെഞ്ചീര. കൊല്ലന്റെ കുഞ്ഞരി വാളുമേ കുനികുനരിയുന്നു ചെഞ്ചീര. ഈ നാട്ടി കുട്ടന്റെ കുഞ്ഞിക്കാലത്തില് വേവണ മറിയണ ചെഞ്ചീര. ചീര പറിച്ചോണ്ട് നിക്കണ നേരത്ത് കയ്യുന്ന കത്തില് മുള്ളുകറി ഇത്ര നല്ലൊരു ആങ്ങളമാരുടെ കയ്യുന്ന കത്തിന്റെ മുള്ളെടുക്കാൻ. പറിച്ചോട് നിക്കണ നേരത്ത് കയ്യുന്ന കത്തില് മുള്ളുകറി ഇത്ര നല്ലൊരു ആങ്ങളമാരുടെ കയ്യുന്ന കത്തിന്റെ മുള്ളെടുക്കാൻ. കിട്ടണ നെല്ലിന്റെ ചോറും പുറത്ത് കറി മറിയണ ചീരക്കറി. ചീരയും കൊള്ളാം കറിയും കൊള്ളാം ചീരക്കറി വെച്ച പെണ്ണും കൊള്ളാം. നെല്ലിന്റെ ചോറും പുറത്ത് കയറി മറിയണ ചീരക്കറി. ചീരയും കൊള്ളാം കറിയും കൊള്ളാം ചീരക്കറി വെച്ച പെണ്ണും കൊള്ളാം. മാനത്തിടി വെട്ടി ഭൂമിയിൽ മഴ പെയ്തു താനെ മുളച്ചൊരു ചെഞ്ചീര കണ്ടന തണ്ടെത്തി പിടിക്കി തണ്ടെത്തിയെ നീ കൂടെ പോരുന്നോ ചീരന്നുള്ള. അബി, എന്താ തോന്നിയത് നിനക്ക്? കുഴപ്പമില്ലാതെ പാടി. എന്താ കുഴപ്പമുണ്ടായത്? എന്താ കോറസ് എന്താ പറ്റിയ? അവിടെ എന്താ സംഭവിച്ചത് ശരിക്കും? അബി ആദ്യം ഒന്ന് ക്ലാരിഫൈ ചെയ്തേ. അത്
ആലത്തൂർ അങ്ങാടി കഴിഞ്ഞിട്ട് അനുപല്ലവി അടുത്ത് തുടങ്ങാൻ വേണ്ടി അനുപല്ലവിയിലെ ബീജത്തിൽ ഇത് പാടുന്നുണ്ട്. കല്ല് വെച്ച നുണ പറയണ കള്ളനല്ലേ, അത് രണ്ടോട്ടം പാടുന്നുണ്ട്. അത് നീ തന്നെ പാടി. അതവര് പാടിയില്ല, രണ്ടോട്ടം അതവര് പാടിയില്ല. അപ്പോ അത് കഴിഞ്ഞ ഉടനെ പെട്ടെന്നാണ് ആറാട്ടുപൂരം കഴിഞ്ഞു അത് തുടങ്ങുന്നത് പെട്ടെന്ന്. എന്താ പാടാഞ്ഞേ? അത് ആരായിരുന്നു പാടേണ്ടിരുന്നേ? അല്ല എല്ലാരും ഒന്നിച്ചാണോ? ഫീമെയിൽ. എന്താ പാടാഞ്ഞ അനുഷ്ക? തലവേനെടുത്തിരിക്കുന്നു. അല്ല മറ്റുള്ള കുഞ്ഞുങ്ങളെ പാടാത്ത എന്തായിരുന്നു? ഒരാൾക്ക് തലവേദന. ധ്രുവയും അമ്മയും എന്താ പാടാഞ്ഞേ? പലതവണ നമ്മളെ തെറ്റിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് അവന് ഭയങ്കര അവന്റെ ഒരു കോൺഫിഡൻസിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ നിങ്ങളെല്ലാരും സ്റ്റക്കായിട്ട് നിക്കല്ലേ. ഇതിപ്പോ എത്ര തവണയായി നമ്മള് കോറസിന്റെ ടീം മൊത്തം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് വരുന്നേ. എന്താണ് പറ്റിയത്? അമ്മയ്യ പറയൂ. അത് അവിടെ ആയിരുന്നോന്ന് ഓർത്തില്ല. അത് ഞാൻ അവിടെ ബീറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു, മ്യൂസിക്. ശരി, മോളോ ഇപ്പഴത്തെ ധ്രുവയോ? അങ്ങനെ തന്നെ വിചാരിച്ചേ. അവിടെ വിചാരിച്ചു ബീറ്റ് ഉണ്ടാവുന്നു, അവിടെ മ്യൂസിക് ആയിരിക്കും എന്ന് വിചാരിച്ചു. ഇല്ല മോളെ, അത് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന് പാടണം. കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ പെർഫോം ചെയ്യുമ്പോൾ ഒരു 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 ഇതിന്റെ ഹേ ആയിരിക്കും കോറസ് ഉള്ളത്. അത് നിങ്ങൾ പാടിയില്ല, അവന്റെ കംപ്ലീറ്റ് പവറും പോവും, ആ കോൺഫിഡൻസ് പോവും. അങ്ങനെ ശ്മശാന മുഖത വരുമ്പം ആ പാട്ടുകാരൻ്റെ കോൺഫിഡൻസ് പോവും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ല, എന്താണ് പറ്റിയത്? ഞാന് ഇവർക്ക് അത് പറഞ്ഞു കൊടുക്കായിരുന്നു, മറ്റേ ദിന ഹേ ഹേ. അത് ഞാൻ ശരിക്കും പാടണ്ടേ, ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാനത് കൂടെ പാടി. ഒരു പാടിയിട്ടുണ്ടായിരുന്നില്ല അത്. ഇവന്റെ ഇതിനും കൂടിയായിട്ട് ഞാൻ പാടിയതാ. ശരിക്കും ഫീമെയിലാണ് അത് ഫുള്ളും. ആണിന്റെ സൗണ്ട് ഒരു കുറച്ചുപോലും ഇല്ല ഇതില്. പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അതാണ്. അപ്പോൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഉഴപ്പി ആ സമയത്ത്. അതങ്ങനെ ചെയ്യരുത് കേട്ടോ. അതെപ്പോഴും നിങ്ങളുടെ ഒരു കൂട്ടുകാരനല്ല ഇവിടെ നിന്ന് പാടുന്നത്, അത് നന്നായിട്ട് പാടണ്ടേ. അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ട്, നിങ്ങൾ കൃത്യമായിട്ട് പാടിയാൽ മതി. അവൻ പാടേണ്ട പോർഷൻ കാര്യമോ പാടാനല്ലല്ലോ പറയുന്നത്. നിങ്ങൾ പാടേണ്ടത് പാടുമ്പോൾ അവനൊരു ഗും കാണും കേട്ടോ. ഇനി അത് നമ്മൾ ക്ഷമിക്കത്തില്ല അങ്ങനെ ഒരു തെറ്റിന്. അതിനെന്തെങ്കിലും ഒരു ശിക്ഷ ഞങ്ങൾ തീരുമാനിച്ച് പറയുന്നതായിരിക്കും. അത് ചെയ്യരുത് മോനെ. നിങ്ങളെല്ലാം കുഞ്ഞുങ്ങളെല്ലാവരും പറയാം, അത് ആ രീതിയിൽ എടുത്താൽ മതി നിങ്ങൾ. ആക്ച്വലി കോറസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും സീരിയസ് ആയിട്ട് എടുക്കണം. നിങ്ങൾ മേ ബി യു ആർ ഗിവിങ് ഇറ്റ് റെസ്പെക്ട്, യു ഡിഡ് നോട്ട് പ്രാക്ടീസ്, ദാറ്റ്സ് ഓക്കെ, ബട്ട് യു മസ്റ്റ്. കോറസ് ഇസ് സോ ഇമ്പോർട്ടൻ്റ് ഇൻ എ സോങ്. അപ്പോൾ എന്തായാലും നമുക്ക് കമന്റ്സ് ചോദിക്കാം. ഓക്കേ ശരത് സർ, നല്ല രസമുള്ള ഒരു ഗുമ്മുള്ള പാട്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ. സംഗതികൾക്ക് അത്ര ഒരു ബലം പിടിച്ച് പാടണ്ട, അതിനൊരു ഫോക്ക് ഫീലാണ് വേണ്ടത് കേട്ടോ. നമ്മുടെ മറ്റുള്ള പാട്ടുകൾ പാടുന്നോണം അത്ര അല്ല, അതിന് വേറൊരു ഇതാരാ പാടിയേക്കുന്നത്? കലാമണി സാർ. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം പാടിയേക്കുന്നത്. അപ്പോൾ അതാ വേണ്ട, അല്ലാതെ ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സീരിയസ് ആയിട്ട് അങ്ങനെ വേണ്ട. അതിനൊരു ഒഴുക്ക്, അതിനൊരു കുറച്ചും കൂടെ മണ്ണിൻ്റെ മണം വരണം ആ സംഗതികൾക്ക്. മസിൽ പിടുത്തം അല്ല വേണ്ടത് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ബാക്കി ഇത് എത്ര ലെങ്ത് ഈ ലിറിക്കൊക്കെ മോനെ നീ എങ്ങനെ കാണാപ്പാടം പഠിച്ചു? ഞങ്ങൾക്ക് ഇത് നോക്കിയിട്ട് തന്നെ നമുക്ക് തല കിട്ടുക. ഞാൻ വീണ് പാതിരി, ഞാൻ പിടിച്ച് എണീപ്പിച്ചിരിക്കുക, സമ്മതിച്ചു. അപ്പം മക്കളെ, ഞാൻ കോറസിന് ഞാൻ നിൻ്റെ അടുത്ത് സോറി പറയുന്നു. ഞാൻ ക്ഷമ ചോദിക്കുന്നു അവർക്ക് വേണ്ടി ഒരു തവണ കേട്ടോ. നീ ക്ഷമിച്ചേക്ക്. ഓൾ ദി ബെസ്റ്റ് മോനെ. പിന്നെയും പാടിയപ്പോൾ ആ ബ്രെത്ത് കൺട്രോളിൻ്റെ കാര്യം ചോദിച്ചല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതായിരുന്നു പാടിയിരുന്നെങ്കിലും എനിക്ക് പിന്നെ സംശയമേ ഇല്ല. എന്തൊരു ബ്രെത്ത് കൺട്രോളാണത്. ഈസി ആയിട്ടാണ് പാടുന്നത്. അത്രയും ലോങ് ഫ്രേസസ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഭയങ്കര ചുമ്മാ. ചിലപ്പോൾ ഈ ട്രാക്ക് സിംഗേഴ്സ് പാടുമല്ലോ, നമ്മളൊക്കെ ട്രാക്ക് സിംഗേഴ്സ് ആയിരുന്നു. പക്ഷെ ട്രാക്ക് സിംഗിങ് പാടുമ്പോഴും അതിൻ്റെ ഫീൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ വിൽ ട്രൈ. സോ ഇങ്ങനത്തെ പാട്ടുകൾക്ക് കുറച്ചുകൂടെ പവർ വേണം, കുറച്ചുകൂടെ ചെസ്റ്റ് വോയിസ് വരണം. ഓക്കെ, അത് എങ്ങനെയാണ് പവർ കൊണ്ടുവരേണ്ടതെന്ന് എന്നുള്ള കാര്യം നിങ്ങൾ ഗ്രൂമേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. അതർവൈസ് യു ആർ എ വെരി ഗുഡ് സിംഗർ. ഫാന്റാസ്റ്റിക്. താങ്ക് യു ശ്രീനി സർ. ഷാനിക നന്നായിട്ട് പാടിയാടാ. താങ്ക് യു സാർ. അതായത് നീ എങ്ങനെയാണോ എല്ലാ പാട്ടുകളും പാടുന്നത് അതുപോലെ ഇതും പാടിയിട്ടുണ്ട്. അങ്ങനെയാണ് പറയേണ്ടത്. ഇപ്പൊ ഹരിയോട് ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ വലിച്ചു കീറിയാണ്, നിങ്ങളെ തിന്നേനെ. കോറസിന്റെ കാര്യം നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ ഈ പ്രാക്ടീസ് ഇല്ലായ്മയാണ് അവിടെ കണ്ടത്. പക്ഷെ അഭിനവ് അത് മാനേജ് ചെയ്തു കേട്ടോ. അതിന് വലിയൊരു കയ്യാണ്. താങ്ക് യു സാർ. അവിടെ അഭിനവ് പതറിയിട്ടില്ല. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സംഭവം പെട്ടെന്ന് വന്നിട്ടില്ലെങ്കിൽ
നമ്മൾ ശരിക്കും ആക്ച്വലി ഭയങ്കര ഇതായി പോകും. പക്ഷെ അഭിനവ് അത് ആ കല്ല് വെച്ച നുണ അഭിനവ് തന്നെ പാടിയിട്ട് തിരിച്ച് പാട്ടിലേക്ക് കയറി. അപ്പൊ അതിന് അഭിനവ് താങ്ക് യു സാർ. അടിപതറാതെ നിന്ന് പാടിയതിന് ഒരു വലിയൊരു കയ്യടി. പിന്നെ നമ്മളോട് ചില സിംഗേഴ്സ് വിളിച്ചിട്ട് പറയും, പുതിയ സിംഗേഴ്സ് വിളിച്ചിട്ട് പറയും കോറസ് പാടാനെങ്കിലും വിളിക്കുന്നു. ആ പക്ഷെ കോറസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പിന്നെ കാരണം ഒന്നിൽ കോറസ് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മൾ ബാക്കിംഗ് വോക്കൽസ് എന്ന് പറയും. ഈ ബാക്കിംഗ് വോക്കൽസ് എന്ന് പറയുന്നത് ലീഡ് സിംഗറെ ബാക്ക് ചെയ്യുന്ന വോക്കൽസ് ആണ്. അപ്പം ലീഡ് സിംഗറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ബാക്കിംഗ് വോക്കൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല, ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു കാര്യമാണ് ഈ ബാക്കിംഗ് വോക്കൽസ്, എസ്പെഷ്യലി ലൈവ്. കാരണം എനിക്ക് ഞാൻ ഷോ ചെയ്യുന്ന സമയത്ത് ഞാൻ കോറസ് സിംഗേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ 2 ദിവസം വെച്ചു. കാരണം ഈ പറയുന്ന പോലെ ലീഡ് സിംഗർ പാടുന്നതിൻ്റെ ഇടയിൽ ഈ കോറസ് ഒന്ന് ജോയിൻ ചെയ്യാൻ എങ്ങാനും മറന്നു പോയാൽ ലീഡ് സിംഗർ ഭയങ്കര ഇതായിപ്പോവും. അയാളുടെ മനസ്സിന്റെ ഇക്വേഷൻ ആ താളങ്ങ് തെറ്റും. കാരണം എക്സ്പെക്ട് ചെയ്യുന്ന സാധനം വരുന്നില്ലല്ലോ. അപ്പം അത് മാത്രം എല്ലാവരും ശ്രദ്ധിക്കാം. അത് ടോട്ടലായിട്ട് പറഞ്ഞു എന്നാണ്. ബാക്കി മോന് ഈ പാട്ടിന് വേണ്ട ഒരു സ്വിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞാൽ ആ ബലം പിടുത്തം ഉണ്ട് പ്ലാൻസിൽ. കാരണം മണിച്ചേട്ടൻ ഇത് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ടാണ് പാടുന്നത്. നീ എൻജോയ് ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷെ നിന്റെ ഒരു രീതിയിലാണ് ഇത് പാടിയത്. അഭിനവ് എന്താണോ അങ്ങനെ എന്തായാലും നന്നായിട്ട് പാടിയടാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇപ്പം പാടില്ല, ഇനിയിപ്പോൾ സങ്കടപ്പെടണ്ട, അത് കഴിഞ്ഞു കേട്ടോ. അതെ സാറില്ല, ഇനി അടുത്ത തവണ ഇത് റിപ്പീറ്റ് ചെയ്യരുതേ. ഓക്കെ, ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ഷാനിക്ക 8. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ 8 മാർക്ക്. താങ്ക് യു സാർ. ശനി സർ. ഓക്കെ, സോ ടോട്ടൽ 16 മാർക്സ്. ഓക്കെ അബി, ഓൾ ദി ബെസ്റ്റ്.